എന്റെ കൈ വീട് റസാക്ക. ഉമ്മ തരാതെ ഇവിടുന്ന് പ്രശ്നമില്ല. എന്നെ വീട് റസാക്ക, ഞാൻ പോട്ടെ റസാക്ക. ഞാൻ റസിയാനെ വിളിക്കാൻ വന്ന, അവള് പോയി ഞാൻ അറിഞ്ഞില്ല. എന്നെ വീട് റസാക്ക, എന്റെ പൊന്നല്ലേ. ഒന്നുകൂടി പറഞ്ഞേ. ഈ കല്യാണത്തിന് പോയില്ലേ? പോയില്ല. ഉമ്മയും ബാപ്പയും റസി എല്ലാരും പോയിട്ടുണ്ട്. നിങ്ങൾ പോണില്ലേ? നസീനെ കാണാനാണ്. പെണ്ണ് കുപ്പായം മാറി നിന്നതാ. പെട്ടെന്ന് എങ്ങട്ടാ പോയിന്ന് അള്ളാഹ്ക്കറിയാം. ഇങ്ങട്ടെങ്ങാനും വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓല് നസീർ താത്തന്റെ അടുത്ത് പോയിട്ടുണ്ടാവും, ആ താജിനെ അഫ്സനെയും കൂട്ടാൻ. എന്നാ ഓൾക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. വല്ലാത്ത ദാഹം. ആ വീരാന്റെ കടയിൽ നിന്ന് പൊറാട്ട തിന്നാ ഇടക്കിടക്ക് നനച്ചു കൊടുക്കണം. ഈ പോയില്ലേ? അടുക്കള വാല് തുറന്നു കിടക്കല്ലേ, അനക്ക് പൊട്ടൂടെ? താക്കോല് ഇന്റെ കയ്യിൽ എവിടെന്നാ? ഒരു ഉമ്മ എന്തിനാ അടുക്കള വാതിൽ പൂട്ടിട്ട് പോയിക്കണത്? പഠിച്ചോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വാപ്പയ്ക്ക് വെള്ളം കൊടുത്ത് പറഞ്ഞേക്കേ നോക്ക്. എന്നാ ഞമ്മക്ക് പോവല്ലേ? എവിടക്ക അത്ര തിരക്ക്? ഈ ചെക്കന്റെ കൂടെ പോണുണ്ടോ? പോണം, ഇന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. എന്നാ നടക്ക്. ആ പെണ്ണിത് എവിടെ പോയി കിടക്കണതാവും. അല്ല, ഈ വാതിലടക്കണില്ലേ? ഏയ്, ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാനുള്ളല്ലേ. ആരാ? അബ്ബാസോ? ആ വാപ്പോ, ഈ കല്യാണത്തിന് പോയില്ലേ? പോവാൻ ഇറങ്ങിയതാടോ. അപ്പം ബൈക്കിലെത്തിയപ്പോ മഴ പെയ്യോന്നൊരു സംശയം. അപ്പൊ കൊടയെടുക്കാലോ എന്ന് വിചാരിച്ചു കൂടി കേറിയതാ. ആകെ പ്രശ്നമായി. ഇപ്പൊ എന്താ ചെയ്യാ? നീ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? പൊളിച്ച് കിടക്കാൻ പറ്റും നോക്കുക. എങ്ങനെ ഇപ്പൊ കേറുക? നിങ്ങൾ ആദ്യം അപ്പക്ക് കൊട കൊണ്ട് കൊടുക്കാൻ നോക്കോനെ. പിന്നെ എന്റെ അബ്ബാസെ, ആ ചങ്ങായിനെ തിരിട്ട് തെരഞ്ഞു നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാ പാപ്പാ കൊട. ഇതെന്താടോ ഒരു കൊട? പാപ്പക്ക് ഒരു കൊട പോരെ? ഇക്കൊരു കൊട മതി. പിന്നെ അതിന്റെ അമ്മയും പെങ്ങളും ഉണ്ടല്ലോ അവിടെ. ഒരു പിന്നെ ചേമ്പിന്റെ തലയിൽ വെച്ചിട്ട് അവരെ ചെയ്താൽ. നിങ്ങൾ ഇവിടെ ഇരുന്നോളി പാപ്പ, ഞാൻ കൊണ്ടുവന്നേരാം. ഈ എന്താണ്ട് എന്നെ ഔത്തെ കൂടാത്ത? ഇങ്ങോട്ട് മാറിക്കട. ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, ഇനി തിരിച്ചേറണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇത് നല്ല കൂത്ത്. ഇന്റെ കുട്ടിക്ക് എന്ന് തുടങ്ങി ഇങ്ങനൊരു വിശ്വാസം? ഓൻ പറഞ്ഞില്ലേ കാര്യം. ഓൻ കൊണ്ടത്തരും, നിങ്ങള് കുത്തിരി. ആ, തിരിച്ചു കേറിയിട്ട് വിരിയാൻ കിട്ടൂലെങ്കിൽ എനിക്ക് മാണ്ട. ഇങ്ങോട്ട് മാറിക്കടാ. എന്ത് കൊട എടുത്തില്ലേ? അല്ല, ഈ എപ്പോഴും വന്ന അബ്ബാസേ? ഞാൻ ആ നസീനെ തെരഞ്ഞു വന്നതാ. ഓള് മിസ്രിയാത്താന്റെ അവിടെ ഉണ്ടാവുന്ന റസാക്ക് പറഞ്ഞു. ഞാനണ്ട് ഇറങ്ങണ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അന്റെ അമ്മ കൊട എടുത്തിട്ടാണ് പോയിക്കണെങ്കിൽ അത് നേരത്തെ തന്നെ ഇങ്ങോട്ട് മുണ്ടിക്കൂടെ ഹിമാറേ? അതിനെങ്ങനെ ഓർമ്മ ഉണ്ടാവാനാണ്? ഈ എന്താ ഈ പറയണത്? ഇവിടുത്തെ കഥ ഒന്നും അനക്ക് പറഞ്ഞ മനസ്സിലാവൂല അബ്ബാസേ. എനിക്കറിയാത്ത എന്ത് കഥ നിങ്ങളെ കുടുംബത്തിലുള്ളത്? ഞാനത് പൊതുവെ പറഞ്ഞാടോ. എന്നാ നമുക്ക് പോവല്ലേ? ആ, പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അലൈക്കും അസ്സലാം. എന്താ ബാപ്പു, ഒരു സലാം വീട്ടാൻ കൂടി പറ്റാണ്ടായോ എനക്ക്? അല്ല, എന്തെങ്കിലും വന്ന് ആദ്യം കിടപ്പൊന്ന് മാറ്റണോ, എന്നിട്ട് വന്ന കാര്യം പറയാം. മോനെ, നീ ലേശം വെള്ളം കൊടുത്തേ. ഇത് അടുത്ത കുലുമാലും. ഇതിപ്പോ എവിടെ പോന്ന് കിട്ടുക? ഈ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ തൂങ്ങിച്ചാവും പോവാ. ആകെ നാണം കിട്ടില്ലേ? ബാപ്പ എന്നെ കണ്ടാ? ബാപ്പ എന്നെ കാണാണ്ട് എന്നെ കണ്ടുണ്ടോ? ബാപ്പയ്ക്ക് ചാട്ടുണ്ടായി. പടച്ചൂനെ, എന്നെ അറ്റാക്ക് വരാഞ്ഞേ ഭാഗ്യം. എന്തായാലും കുഴപ്പമില്ല, ബാപ്പ അറിഞ്ഞില്ലേ? ഇനി എന്റെ ബാപ്പാനെ കൂടി അറിയിക്കാനാ? എങ്ങനെങ്കിലും ഇവിടുത്തെ മുസ്ലിം പിടിച്ചു പോ. മൂപ്പരാന്റെ നാട് മുഴുവൻ പാട്ടാവും. ഇവിടെ എന്തെടുക്കാടാ? ഒന്ന് പോ. അല്ലാ ഹിമാറേ, ഇവിടെ എന്തെടുക്കാടാ? കണുത്തി വെള്ളെടുക്കുക. വെള്ളമെടുക്കാനായിട്ട് ഓനങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളു. അല്ല വാപ്പോ, ഈ തൊട്ടിനും പിടിച്ചിനൊക്കെ ചൂടായ എന്താ ചെയ്യാ? ഇന്നത്തെ എന്റെ അവസ്ഥ അനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലടോ. ഇതാ തുടങ്ങി. ഇക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത എന്ത് കാര്യം നിങ്ങളെ കുടുംബത്തിലുള്ളത്? അതവിടെ കിടക്കട്ടെ. നമ്മുടെ പള്ളിയിലെ നേർച്ച ഈ രജബ് 18-ാം തീയതിയാണെന്ന് അറിയാലോ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന ഈ 2 പേരെന്നാണ് കണക്കാക്കണേ. വടക്കിണീന്റെ വാതില് പൂട്ടിക്കണ്ട. ഏത് വടക്കിനിയില്ല, മുല്ലാക്കനോടല്ല. അത് ഉമ്മ പൂട്ടിട്ട് താക്കോലടെ വെച്ചിക്കണേന്ന് എനിക്കറിയില്ല. അപ്പോ ആ വയ്യു അടഞ്ഞി വാതിലടിച്ചാ വഴി അടയാണ്ടിരിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണ? ഇവിടെ പറയണേന് മുഴുവൻ എസും കൂടെ ഇങ്ങോട്ട് ആരോ പറഞ്ഞോ? മിണ്ടാണ്ടോടൊന്നോട്ടി. അപ്പൊ പ്രഷറുണ്ട് മുസ്ലിയാരെ. ഇന്നത്തെ കണി ശരിയില്ല. കണി കണ്ടതെന്റെ വേണ്ട മിണ്ടാണ്ടോടൊന്നോടി. ആ വാ, നമുക്ക് പോവാ. അല്ല, എത്തീങ്കാന മുസ്ലിയാരെ, നിങ്ങൾ നാളെ വരി. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. കല്യാണം ഞമ്മക്കുണ്ട്. എന്നാലും ഞാൻ ഖദീസന്റെ കുടിയുടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. പോട്ടെ.
വലൈക്കും അസ്സലാം. പാപ്പുവോ ഞാൻ ഇറങ്ങാ. ആ പെണ്ണിന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ സമയത്തല്ലായിരുന്നു പുറത്തിറങ്ങാൻ പറ്റൂ. പുറത്തു ചാടാൻ പറ്റാത്ത നിപ്പ് വല്ലാത്തൊരു നിപ്പ് തന്നെ. ഏതായാലും ഈ വാ ഞമ്മക്ക് പോവാ. ആ ബാതിലടിക്കണ്ടേ പോണേ. ഓക്കെ ആ വാതിൽ അങ്ങോട്ട് ചാരിക്കാള്. കുറ്റിയൊന്നും ഇടണ്ട. കട്ടുണ്ടോവാന് അതിൻ്റെ ഉള്ളിൽ നിധിയൊന്നുമില്ല. എന്തിനാ വാപ്പു ഒരു പരീക്ഷണം? ആ വാതിലങ്ങ് കുറ്റിട്ടളാ. അലഞ്ഞു കിടക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. കയ്യിൽ കിട്ടിയ പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് പോകും. കട്ടുണ്ടോണോ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടോ. അർസാക്കെ ഈ നടക്ക്. പാപ്പ ഈ തുണിയൊന്ന് മാറ്റിയിട്ട്. അപ്പൊ എന്റെ കുട്ടിന്റെ മാറ്റലും പാറ്റലും ഒന്നും തീരില്ല. നിക്ക് നല്ലോണം മുടി. ചേട്ടാ മിക്സി, ഫാന്, സോഫ സെറ്റ് എന്നിവ അടവിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം? ഇവിടെ എന്റെ ഒരു അടവും വേണ്ട. പൊയ്ക്കോ. അതല്ല ഏട്ടാ, പയറെടുത്ത് പുതിയ തരാം. ഓ പിന്നെ കുടുംബക്കാരെ നന്നാക്കലാളോ മൂപ്പരെ പണി. ഒന്ന് പോടോ ചേട്ടാ. പിന്നെ വലിയ പ്രഷർ കുക്കറും എല്ലാം വേണം. പ്രഷർ കൂട്ടാതെ പോണ എനിക്ക് നല്ല ഒരു പ്രഷർ. ഇന്റെ നെസീന്റെ ശബ്ദല്ലേ കേട്ടത്? പറയും പോലെ എന്റെ നെസീന്റെ ശബ്ദമല്ല കേട്ടത്. ഇന്റെ നെസിയല്ലേ ആ പോണത്? തന്നെ